नमस्ते बच्चों। कोरोना के कारण आप अपने अपने घरों में हैं, तो घर में बैठकर ही पाठ का अध्ययन करेंगे। मैं आज यहाँ आपको 10वीं कक्षा का पहला पाठ पढ़ाने जा रही हूँ। पाठ का नाम है बीर बहुटी और लेखक प्रभात। ഞാനിന്നിവിടെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേരാണ് बीर बहुटी और लेखक, അതിന് ലേഖകാണ് പ്രഭാത്. यह एक कहानी है. बीर बहुटी माने क्या है? आपने कहीं देखा है? देखिए बीर बहुटी का चित्र. यही है बीर बहुटी. कैसा है बीर बहुटी? लाल रंग का है और बारिश कम होते ही हमारे गीले ज़मीन में दिखने वाली एक छोटा सा ജീവി है. മഴ കുറവാവുന്ന സമയത്ത് നമുക്ക് കാണപ്പെടുന്ന നമ്മുടെ ചുറ്റുവട്ടത്ത് കാണപ്പെടുന്ന ഒരു ചെറിയൊരു ചുവന്ന കളറിലുള്ള ഒരു മഴപ്പാറ്റമാണ്. इस पाठ में बीर बहुटी के अलावा और 2 प्रधान पात्र आते हैं. ഈ പാഠത്തിൽ बीर बहुटी അല്ലാതെ വേറെ 2 കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. दो बच्चों का कहानी है. हम एक वीडियो क्लिप देखें. वीडियो क्लिप देख लिया ना? क्या समझ में आया आपको? क्या मालूम हुआ? यह किस तरह का कहानी है? हाँ, यह एक अच्छे दोस्ती के बारे में बताने वाले कहानी है. जो चित्र में देखते हैं ना, അതിൽ നമ്മൾ കാണുന്നില്ലേ 2 കുട്ടികൾ. ആ കുട്ടികളെ കുറിച്ച് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. उनके नाम है बेला और साहिल. അവരുടെ പേരാണ് बेला പിന്നെ साहिल. क्लिप में दोनों स्कूल जा रहे हैं, साथ साथ खेलते हैं और अंत में अलग अलग हो रहे हैं. ചിത്രത്തിൽ നിങ്ങൾ കണ്ടത് എന്താണ്? രണ്ടാളും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്, സ്കൂളിൽ പോകുന്നുണ്ട്, ഒന്നിച്ച് കളിക്കുന്നുണ്ട്. അവസാനമാകുമ്പോഴത്തേക്ക് അവർ വേർപിരിഞ്ഞ് പോകുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. वे दोनों 5वीं कक्षा में पढ़ने वाले छात्र हैं. അവർ രണ്ടാളും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. पहली कक्षा से 5वीं कक्षा तक एक ही कक्षा में एक ही स्कूल में पढ़ते आए हैं. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ വെച്ചിട്ട് പഠിച്ച കുട്ടികളാണ് ഈ ബേല പിന്നെ സാഹിൽ. അവസാനം നിങ്ങൾ കാണുന്നത് വേർപിരിഞ്ഞ് പോകുന്ന സീനാണ്. അതേപോലത്തെ വിഷമങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും അല്ലേ? 10ാം ക്ലാസ് വിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടാവും. ठीक है, हम पाठ के और जाएंगे, आगे पाठ पढ़ेंगे. देखिए पाठ का नाम है बीर बहुटी और लेखक प्रभात और यह एक कहानी है. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. बादल बहुत बरस लिए थे. बादल माने क्या है? മേഘ, മേഘം. നല്ലപോലെ മഴ പെയ്തിരുന്നു. फिर भी बहुत सारा पानी उनमें बचा हुआ था. പിന്നെയും അതിൽ കുറേ വെള്ളം പിന്നെയും കിടക്കുന്നുണ്ടായിരുന്നു. വെച്ചാൽ മഴ വരാനുള്ള സാധ്യതയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. वे खेतों जंगलों के ऊपर छाए हुए थे. ആ മേഘങ്ങൾ ഖേത്ത് വയലുകളുടെയും പിന്നെ ജംഗൽ കാടുകളുടെയും മുകളിൽ കൂടിയിട്ട് പടർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. സാറാ ആകാശ് മേഘോं से भरा था. ആകാശം മുഴുവനും മേഘങ്ങളാൽ നിറഞ്ഞിരുന്നു. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी.
മേഘോങ്കി ഛായ, മേഘങ്ങളുടെ തണലിൽ, ഗീലി ഹവായും, തണുത്ത കാറ്റ് അവിടെ ഇവിടെയായിട്ട് വീശുന്നുണ്ടായിരുന്നു, കറങ്ങുന്നുണ്ടായിരുന്നു. ഘൂമന, കറങ്ങുക. പേടോങ്കി തന്നെ അഭി ഭി ഗീലെ ഥേ, പേടോങ്കി തന്നെ മരത്തിൻ്റെ അടിത്തട്ട് ഇപ്പോഴും നനവ് കാണുന്നുണ്ടായിരുന്നു. മൂങ് ഫലിയോങ്കെ ഹരേ ഖേത്തോമേ പീലെ ഫൂൽ അഭി ഭി ഗീലെ ഥേ. മൂങ് ഫലിയ, ഗ്രൗണ്ട് നട്ട്, നിലക്കടലാണ് അവിടെ പറയുന്നത്. ഹരേ ഖേത്തോമേ, നിലക്കടലയുടെ പച്ചപ്പ് നിറഞ്ഞ വയലിൽ മഞ്ഞ കളറുള്ള പൂ വിടർന്നുണ്ടായിരുന്നു. അതിൽ വെള്ള തുള്ളികൾ കാണുന്നുണ്ടായിരുന്നു, നനവ് കാണുന്നുണ്ടായിരുന്നു. ഖേത്തോമേ ഛോട്ടാ ഛോട്ടാ ബാജ്ര ഉഗാഥ. ഖേത്ത്, വയലിൽ ഛോട്ടാ ഛോട്ടാ ബാജ്ര. ബാജ്ര മാനെ ഈ നമ്മൾ ചോളത്തിന് പറയുന്നതാണ്. ചോളത്തിന് തൈ മുളച്ചിരുന്നു. ബാജ്രെ കെ ലംബേ പത്ലെ പാത്തോ മേ പാനി കി ബൂന്ദേ അടക്കി ഹുയി ഥി. ബാജ്ര, ആ ചോളത്തിൽ ഇലരെ മെലിഞ്ഞിട്ടുള്ള ഇലരെ മുകളിൽ കൂടിയിട്ട് വെള്ളത്തുള്ളികൾ ഒട്ടിപ്പിടിക്കുന്ന പോലെ നമുക്ക് കാണുന്നുണ്ടായിരുന്നു. ബാരിഷ് കി ഹവാ മേ ഗീലെ ഖേത്തോ और बारिश की हरियाली की गंध घुली हुई थी. മഴ വരുന്ന സമയത്ത് ആ കാറ്റിൽ നമുക്ക് ഗീലെ ഖേത്ത്, നനഞ്ഞിട്ടുള്ള ആ വയലും പിന്നെ ആ കാറ്റിൽ ഹരിയാലി, പച്ചപ്പിൻ്റെ മണവും നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് പ്രകൃതിയെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. പ്രകൃതിക്ക് ബാരേമേ ബതായേ ഹേ ലേഖക്. बारिश आते समय क्या क्या परिवर्तन होता है, हमारे पर्यावरण में क्या क्या परिवर्तन होता है. മഴ വരുന്ന സമയത്ത് നമ്മളെ ചുറ്റുവട്ടത്ത് ഏതെല്ലാം രീതിയിലാണ് ചേഞ്ചസ് കാണുന്നത് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ പാരഗ്രാഫ് അത്ര എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, 1 മാർക്കിന് 2 മാർക്കിന് ക്വസ്റ്റൻ ആയിട്ട് വരുന്നുണ്ട്. ബാദൽ മനെ ക്യാ ഹേ, മേഘ്. ഖേത്ത്, വയല്, ജംഗല്, ഫോറസ്റ്റ്. മൂങ്ഫലിയാം, ഗ്രൗണ്ട് നട്ട്, നിലക്കടലാണ്. ബാജ്ര, ചോള. ഇതിപ്പോൾ മനസ്സിലായി ഞങ്ങൾക്ക് ഈ പാഠത്തിൽ പറഞ്ഞത്. ശരി, അതിനുശേഷം വരുന്നതാണ് നമുക്ക് ശരിക്കുള്ള ഒരു കഥ തുടങ്ങുന്നത്. 2 കുട്ടികളെ കഥ പറഞ്ഞിട്ടേ, दो बच्चों के पात्र आते हैं और उनके नाम है बेला और साहिल. बेला लड़की है और साहिल लड़का, 5वीं कक्षा में पढ़ने वाले छात्र. इन दोनों को ये बीर बहुटी से बहुत प्यार है, बहुत प्यार करते हैं. उनके साथ खेलने के लिए और उनके साथ जाने के लिए सब. देखिए, उन्हें बीर बहुटियों से मिलना होता था. അവർക്ക്, ഇവിടെ അവർക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? ആ കുട്ടികളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ബേല और സാഹിൽ को बीर बहुटियों से मिलना होता था. ബേല പിന്നെ സാഹിലിനെ ബീർ ബഹൂട്ടിനെ അഞ്ചിൽ ആ മഴപ്പാറ്റിനെ കാണണമായിരുന്നു. സോ वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. അതുകൊണ്ട് അവർ സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് പോവും. सो पहले ही निकल जाते थे, हाँ, बीर बहुटियों को खोजने के लिए. कस्बे से सटे इन खेतों में बीर बहुटियाँ खोजा करते थे. कस्बा, कस्बा एक छोटा सा शहर, स्मॉल टाउन. ചെറിയൊരു ഗ്രാമത്തിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അവർ ഗ്രാമത്തിൻ്റെ അടുത്തായിട്ട് ഒരു വയലുണ്ട്. ഖേത്തറിന് വയലുണ്ട്. ആ വയൽ വെച്ചിട്ടാണ് ഇവർ ബീർ ബഹൂട്ടിനെ അന്വേഷിക്കാൻ പോകുന്നത്. ബീർ ബഹൂട്ടിയ ഖോജന പറഞ്ഞാൽ, ബീർ ബഹൂട്ടിയോ ഖോജന പറഞ്ഞാൽ എന്താണ്? അന്വേഷിക്കാൻ പോകുന്നത്. സുർഖ്, മുലായം, ഗദ്ബദി, ബീർ ബഹൂട്ടിയ. സുർഖ് റെഡ് കളർ, ബ്ലഡിനെ പോലത്തെ ചുവന്ന കളറിലുള്ളതാണ്. പിന്നെ മുലായം, സോഫ്റ്റ്. ഗദ്ബദി, സ്മൂത്ത്. ഇത് ഈ ബീർ ബഹൂട്ടിയുടെ വിശേഷതകളാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ആ ബീർ ബഹൂട്ടി ഉള്ളത്? ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്ദേ. അത് ഭൂമിയിൽ നടക്കുന്ന സമയത്ത് നമുക്ക് ചോരത്തുള്ളികൾ പോകുന്ന പോലെയാണ് കാണുന്നത്. ഉൻകെ ബസ്തേ ഉൻകി പീഠ് പർ ലദേ ഹോത്തേ തേ. അവർ ബസ്ത ബാഗ് പുറകുവശത്താണ് ഹാങ് ചെയ്യുന്നുണ്ടായിരുന്നു. കന്ധോ പർ ടങ്കേ ഹോത്തേ തേ. അതല്ലാതെ
ഷോൾഡർ, കന്താണെന്ന് ഷോൾഡറിൽ വെച്ചിട്ട് അവർ ഹാങ് ചെയ്യുന്നുണ്ടായിരുന്നു. वे एक दूसरे के बहुत नज़दीक रहकर, बल्कि कहना चाहिए बिल्कुल सट कर बीर बहुटिया खोजते थे. वे एक दूसरे के बहुत नज़दीक रहकर, एक दूसरे के नज़दीक പറഞ്ഞാൽ അടുത്ത് പാസ് പാസ് बैठकर, അടുത്തിരുന്നിട്ടാണ്. ബൽക്കി കഹന ചായേ, പിന്നെ പറയുന്നത് വെച്ചാൽ എങ്ങനെ, ബിൽക്കുൽ സട്ട് കർ, ഒന്നിച്ച്. ബീർ ബഹോട്ടിയ ഖോജിത്തെ, ബീർ ബഹോട്ടിയനെ ആ മായപ്പാട്ടിനെ അവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. उन्हें देखने के लिए वे बारिश की गंध भरी भूरी ज़मीन पर बैठ जाया करते थे. അതിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർ ആ നനവുള്ള നിലത്തിൽ ഇരുന്നിട്ടാണ് അവർ അന്വേഷിക്കാൻ പോകുന്നത്. ഇത് എപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇവർ സ്കൂളിൽ പോകുന്ന ഏത് സമയത്താണ്, സവേരെ. കബ് സ്കൂൾ ജാത്തെ ഹേ, സവേരെ. അപ്പോൾ സ്കൂൾ വർദ്ധി പെഹനെ ഹേ, സ്കൂൾ യൂണിഫോം ധരിച്ചിട്ടുണ്ട്. ആ യൂണിഫോം ധരിച്ചിട്ടാണ് ഇവർ നിലത്ത് ഇരുന്നിട്ട് ആ നനവുള്ള പ്ലേസിൽ ഇരുന്നിട്ടാണ് ഇവർ ഈ മഴപ്പാറ്റന അന്വേഷിക്കുന്നത്. മനസ്സിലായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും? बच्चों का नाम है बेला और साहिल. दोनों स्कूल जाते वक्त बीर बहुटियों को खोजते हैं. कहाँ? खेत में. बीर बहुटिया कैसा है? सुर्ख, मुलायम और गदबदी. നെക്സ്റ്റ് വരുന്നത് അതിനുശേഷം വരുന്ന പാരഗ്രാഫാണ് ഞങ്ങൾക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. ഒരു കോൺവെർസേഷൻ വരുന്നുണ്ട്, പിന്നെ വാർത്താലാപ്പ്. വാർത്താലാപ്പ് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ ഹിന്ദിയിൽ പറഞ്ഞതാണ്. പിന്നെ സംവാദ്, ഈ കോൺവെർസേഷൻ ഹിന്ദിയിൽ പറയുന്നത് വാർത്താലാപ്പ്, സംവാദ്, ബാത്ത് ചീത്ത്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമുക്ക് അതിൽ വരുന്നത്. ഈ മുകളിലത്തുള്ള പാരഗ്രാഫ് വെച്ചിട്ടാണ് ഞങ്ങൾ എഴുതേണ്ടത്. ഞങ്ങൾ ഈ പാരഗ്രാഫിൽ നിന്ന് സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ വരുന്നത്. പട്ട്കഥ 9ാം ക്ലാസ്സിൽ, 9वीं कक्षा में आप पढ़े होंगे. 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പട്ട്കഥ എങ്ങനെ എഴുതാം? ഫസ്റ്റ് സ്ഥാന്, സമയ, പിന്നെ പാത്ര, പിന്നെ ദൃശ്യ. സ്ഥാനം കൊടുക്കേണ്ട കാര്യങ്ങൾ ഈ പാരഗ്രാഫ് വായിക്കാം, കൊടുക്കുന്ന പാരഗ്രാഫ് വായിക്കാം. ക്വസ്റ്റനിലുള്ള പാരഗ്രാഫ്, ആ പാരഗ്രാഫിൽ പ്ലേസ് കൊടുത്തിട്ടുണ്ടാവും, ഏത് സ്ഥലത്തിലാണ് അവർ ആ കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ സമയം, രാവിലെ ആണെങ്കിൽ രാവിലെ, വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം, അതല്ലെങ്കിൽ ഉച്ചക്കാണെങ്കിൽ ഉച്ചക്ക്. പിന്നെ പാത്ര, ആ പാരഗ്രാഫിൽ നിങ്ങൾക്ക് ആരെക്കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അവരെ പേരാണ് എഴുതേണ്ടത്. പിന്നെ ദൃശ്യമാണ് വരുന്നത്, ദൃശ്യ സീനറി എടുക്കേണ്ടത്. നമ്മൾ കുട്ടികൾ ഇവിടെ बेला और साहिल. അപ്പോൾ बेला और साहिल 5वीं कक्षा में पढ़ते हैं और सवेरे स्कूल जा रहे हैं പറഞ്ഞിട്ട് കൊടുക്കാം. പിന്നെയാണ് കോൺവെർസേഷൻ ഇറങ്ങേണ്ടത്. ശരി, ഞങ്ങൾ വായിക്കാം. बेला, देखो इस बीर बहुटी का रंग तुम्हारे रिबन के जैसा लाल है. बेला, നോക്ക്, ഈ ബീർ ബഹുട്ടിയുടെ കളറ് നിന്റെ തലയിൽ കെട്ടിയിട്ടുള്ള ആ റിബൻ്റെ പോലെയാണ് ഉള്ളത്, ചുവന്ന കളറിലാണ് ഉള്ളത്. സാഹിലിനെ കഹ. തുമ്മിനെ കുറിച്ച് സുനാ ബേല, ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നുണ്ടോ ബേല? ഇവളൊന്നും കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. ഇവള് ആ ബീർ ബഹുട്ടി വെച്ച് കളിക്കുന്നുണ്ട്. ഹാ സുന, പഹലെ ഘണ്ടെ ലഗ് ഗയി ഹേ. കേട്ടു, എന്താണ് കേട്ടത്? സ്കൂളിലത്തെ ഫസ്റ്റ് ബെല്ല് അടിക്കുന്ന സൗണ്ടാണ് കേട്ടത്. ലേക്കിൻ മുझे പെൻ മേ സ്യാഹി ഭി ഭർവാനി ഹേ ദുകാൻ സേ. പക്ഷേ എനിക്ക് പെന്നിൽ മഷി നിറക്കാനുണ്ടായിരുന്നു. എവിടെ നിന്നാണ് മഷി നിറക്കൽ? ദുകാൻ സേ. ദുകാൻ പറഞ്ഞാൽ ഷോപ്പാണ്. ഇത് ഇത്ര വെച്ചിട്ടാണ് നിങ്ങൾക്ക് പട്ട്കഥ എഴുതാൻ വരുന്നത്, അതല്ലെങ്കിൽ കോൺവെർസേഷൻ എഴുതാൻ വരുന്നത്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് 2 സംസാരിക്കുന്നത് സാഹിൽ തന്നെയാണ്, പിന്നാണ് ബേല സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? അവർ ഷോപ്പിലേക്ക് ഇന്ന് പോകുന്ന സീനാണ്. ആ പോകുന്ന സമയത്ത് ഒരു സീനറി എടുക്കുന്നുണ്ട്, ഇടാം ദൃശ്യം എടുക്കുന്നുണ്ട്. ആ ദൃശ്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവരെ ഗ്രാമത്തിനെ കുറിച്ചിട്ടാണ് അവർ ഇനി പറഞ്ഞിട്ടുള്ളത്. 1981 का साल 1981 വർഷമാണ്. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और माल गाड़ियों से सदा भरा फुलेरा जंक्शन, राजस्थान के समीप, राजस्थान के पास
जयपुर के नज़दीक राजस्थानिലുള്ള ജയ്പൂരിൻ്റെ അടുത്ത് सवारी गाड़ियों और माल गाड़ियों से सदा भरा फुलेरा जंक्शन सवारी गाड़ियों യാത്രാ വണ്ടികളും പിന്നെ മാൽ ഗാഡിയോ സാധനങ്ങൾ കൊണ്ടുവന്ന വണ്ടി ഉണ്ടായാലും ഒന്ന് വണ്ടി എന്നാ പറയല് നിറഞ്ഞിട്ടുള്ള ഒരു ഫുലേര ജംഗ്ഷൻ അവരെ ഗ്രാമത്തിൻ്റെ പേരാണ് അവരാ फुलेरा जंक्शन അറിഞ്ഞിട്ട് कस्बे के लगभग सूनी तंग गलियां कस्बा जो मैंने पहले बताया था ना कस्बे का अर्थ है स्मॉल टाउन छोटा सा एक शहर आ शहर आ टाउन लगभग सूनी तंग गलियां और साइलेंट ആയിട്ടുള്ള ഇടങ്ങിയ गलियां തെരുവ് गलियों में खामोश खड़े बिजली के खंबे ആ തെരുവുകളിൽ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രിസിറ്റി പോസ്റ്റ് खंबे के बीच खींची तारों की कतारे ആ പോസ്റ്റ് ഇടയിൽ കൂടിയിട്ട് വലിച്ചിട്ടുള്ള ലൈൻ അതിൻ്റെ കമ്പി പറന്നിടാം ഇന് गलियों में जहाँ तहाँ दिखाई पड़ते मीठी घंटियाँ बजाते फेरी वाले ആ തെരുവുകളിൽ അവിടെ ഇവിടെ കാണപ്പെടുന്ന മീഠി ഘണ്ടി ബജത്തെ മധുരമായിട്ടുള്ള മണി അടിച്ചുകൊണ്ട് പോകുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ एक अंधेरी सी गली में 6-7 गधों की कुर्रों की टापों की आवाज़ें ആ അന്ധേരി സി ഇടങ്ങിയ പ്ലേസ് എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഇരുട്ട് നിറഞ്ഞിട്ടുള്ള ഒരു പ്ലേസാണ് 6-7 गधों की 6-7 ഗധ കഴുത ഡോങ്കി അതിന് സൗണ്ട് വായിന്ന് വരുന്ന സൗണ്ടും പിന്നെന്ന് വെച്ചാൽ ടാപ്പോങ്കി ആവാസ് നടക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് ഉൻകെ പീച്ചെ ചൽത്താ ഏക് ബദൻ ഉഘാടെ കുംഹാർ അതിനെ പരോക്ഷത്ത് നടക്കുന്ന ഒരു അരനഗ്നായിട്ടുള്ള ഒരു കുംഹാർ മാനെ പോട്ടറി മാൻ എന്നുവെച്ചാൽ മണ്ണിൻ്റെ പാത്രം ഉണ്ടാക്കുന്നവന് इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे बेला और साहिल അതേ ദൃശ്യത്തിന് ഇടയിലായിട്ട് കടന്നു പോകുന്ന ഒരു 2 കുട്ടികളാണ് അവരാണ് ഇവിടെ നേരത്തെ പറഞ്ഞത് ബേല और साहिल उन दिनों पेन में 5 पैसों में नीली स्याही भरी जाती थी ആ ദിവസങ്ങളിൽ 5 പൈസക്കാണ് മഷി നിറക്കുന്നുണ്ടായിരുന്നു നമുക്കിപ്പോൾ 5 പൈസ കിട്ടലുണ്ടോ ഇല്ല स्टेशनरी की दुकान वाले ट्रापर से पेन में स्याही भरते थे അവരവരെ സ്കൂളിൽ സ്റ്റേഷനറി ഉണ്ടാവും അല്ലേ ആ സ്കൂളിൽ വെച്ചിട്ടാണ് ആ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യും പെന്നിലേക്ക് മഷി നിറക്കുക അല്ലേ ഷോപ്പ് കീപ്പർ ദുക്കാൻ വാല പറഞ്ഞാൽ ഷോപ്പ് കീപ്പർ ശരി ഇതാണ് ഇപ്പോൾ അവിടെ പറഞ്ഞിട്ട് ദൃശ്യങ്ങളാണ് അവർ ഷോപ്പിലേക്ക് വരുന്ന സീനാണ് ഇനി വരുന്നത് അപ്പോൾ ഇതിലെന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇവരെ ഗ്രാമത്തിൻ്റെ പേരാണ് ഉൻകെ ഗാँव का नाम क्या है फुलेरा जंक्शन ये फुलेरा जंक्शन कहाँ स्थित है हाँ राजस्थान में जयपुर के नज़दीक ठीक है आगे बढ़ेंगे आगे के भाग में वे दुकान जा रहे हैं क्यों पेन में स्याही भरने के लिए है ना അവർ മുമ്പത്തെ ഭാഗത്തിൽ എന്താണ് പറഞ്ഞത് കണ്ണിടാം പെന്നിലേക്ക് മഷി നിറക്കാൻ പോകുന്നത് ഷോപ്പിലേക്കാണ് पेन में कुछ स्याही बची थी उसे साहिल ने ज़मीन पर छिड़क दिया പെന്നിൽ ലേശം മഷി ബാക്കി ഉണ്ടായിരുന്നു ആ മഷിനെ എന്ത് ചെയ്തിവന് സ്യാഹിക്കോ ജമീൻ പർ छिड़क दिया നിലത്തിലേക്ക് കളഞ്ഞു नई स्याही भरवाने के लिए दोनों दुकान पर पहुँचे नई स्याही പുതിയ മഷി നിറക്കാൻ വേണ്ടിയിട്ട് ഇവർ എവിടെ എത്തി ഷോപ്പിലേക്ക് എത്തി एक पेन स्याही भर दो साहिल से पहले ही बेला ने दुकान वाले से कहा പെന്നിലേക്ക് ഒരു പെന്നിലേക്ക് മഷി നിറക്കൂ എന്നുവെച്ച് ഷോപ്പ് കീപ്പറോട് ആരാണ് സാഹിൽ ചോദിക്കുന്നതായിട്ട് മുമ്പ് തന്നെ ബേല ചോദിച്ചു बेटा स्याही की बोतल अभी अभी खाली हो गई है अब तो कल ही मिल पाएगी बेटा മോനെ എന്നാ പറയുന്നത് സ്യാഹിക്ക് ബോത്തൽ സ്യാഹിക്ക് ബോത്തൽ അറിഞ്ഞതാണ് മഷിരെ ഇങ്ക് ബോട്ടൽ അല്ലേ ആ ബോട്ടൽ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോഴാണ് തീർന്നത് ഖാലി ഹോ ഗൈ തീർന്നു അബ് തോ കൽ ഹി മിൽ പായേഗി ഇനി നാളെ കിട്ടാൻ സാധ്യതയുള്ളൂ लेकिन इसने तो पेन में जो स्याही थी
ഉസേ ഭി ജമീൻ പർ ചിടക് ദിയ. പക്ഷെ ഇവൻ എന്ത് ചെയ്തു? സാഹിൽ എന്ത് ചെയ്തു? പെന്നിലുള്ള ബാക്കി മഷി ഇവന് നിലത്തേക്ക് കളഞ്ഞല്ലേ, കളഞ്ഞു. അത് ബേല പറയുന്നത്, ഇവന് ബാക്കിയുള്ള മഷി ജമീൻ പർ ചിടക് ദിയ. पेन में जो स्याही बची थी उसे जमीन पर छिड़क दिया. बादल को देखकर घड़े को नहीं ढुलाना चाहिए. बादल, बादल माने क्या है? जो पहले बताया था मैंने, है ना. മേഘങ്ങളെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഘട, ഘട പറഞ്ഞാൽ കുടം, വെള്ളം നിറക്കുന്ന കുടം ഉണ്ടാവില്ലേ, അതാണ് പറയുന്നത്, ഉദ്ദേശിക്കുന്നത്. കുടത്തിലുള്ള വെള്ളം നമ്മൾ കളയാൻ പാടില്ല. दुकान वाले भैया ने कहा और पूछा, कौन सी में पढ़ते हो? ये बादल को देखकर घड़े को नहीं डुलाना चाहिए. दुकान वाले ने ऐसा क्यों कहा होगा? എന്തുകൊണ്ട് വെച്ചാൽ दूर के वस्तु को देखकर हमारे पास जो वस्तु है उसे छोड़ना नहीं चाहिए. എന്നുവെച്ചാൽ നമ്മൾ കിട്ടാൻ പോകുന്ന, ഇനി കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും, പക്ഷെ കിട്ടാൻ പോകുന്ന വസ്തുവിനെ, ഒരു സാധനം കണ്ടിട്ട് നമ്മൾ കയ്യിലുള്ള ഏത് വസ്തുവായാലും നമ്മൾ കളയാൻ പാടില്ല. കിട്ടിയ ശേഷമേ നമുക്ക് അതിനെ കളയാം. വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഇനി സാധനങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ വസ്തു വരുന്നുണ്ട്, അത് വരുന്നുണ്ട് പറഞ്ഞ് നമ്മൾ ഉള്ള സാധനം കളഞ്ഞാൽ അതും ഉണ്ടാവില്ല, ഇതുണ്ട്. അതാണ് പറഞ്ഞത്, മഴ വരുന്നതായിട്ട് മുമ്പ് തന്നെ നമ്മൾ കുളത്തിലുള്ള വെള്ളം കളയാൻ പോയാൽ മഴ വരാതിരിക്കും അല്ലേ. അന്നേരം നമ്മളെ കയ്യിലുള്ള, നമ്മളെ അടുത്തുള്ള വെള്ളം ഉണ്ടാവില്ല, മഴ ഉണ്ടാവില്ല. कौन सी में पढ़ते हो? दुकान वाले पूछते हैं. देखिए, कौन सी कक्षा में पढ़ते हो आप लोग? साहिल ने बताया 5वीं में. साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. സാഹിൽ പറയുന്നത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് അല്ലേ. അതെങ്ങനെയാണ്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വലിയൊരു മഹാപാപമാണ്. ആ രീതിയിലാണ് അവന് പറയുന്നത്. ദോനോ ദുക്കാൻ വാലെ ഭയ്യാനെ കഹാ. രണ്ടാളും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഷോപ്പ് കീപ്പർ ചോദിക്കുന്നുണ്ട്. ഹാ ദോനോ और हम दोनों का सेक्शन भी एक ही है. ये അതല്ലാതെ നമ്മൾ ഒരേ ഡിവിഷനിലാണ് പഠിക്കുന്നത്. സെക്ഷൻ പറഞ്ഞാൽ ഡിവിഷൻ. നമുക്കിവിടെ ABCDF പറഞ്ഞ സെക്ഷൻ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് ഡിവിഷൻ പറയുന്നത്. അപ്പോൾ ഇവർ പഠിക്കുന്ന ഡിവിഷൻ ഏതാണ്? എ. बेला ने ऐसे खुश होकर बताया जैसे यह कोई बहुत बड़ी बात हो. ബേല വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ഒരു വലിയ കാര്യമായിട്ടാണ് വിചാരിച്ചിട്ടാണ് പറയുന്നത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് അതല്ലാണ്ട് ഒന്നിച്ച് പഠിക്കുന്നതാണ് ഒരു വലിയൊരു കാര്യമായിട്ടാണ് വിചാരിക്കുന്നത്. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ थे. അവർ ക്ലാസ്സിലെ രണ്ടാളും ഒന്നിച്ചാണ്, അടുത്തടുത്താണ് ഇരിക്കുന്നത്. കോപ്പി മേ കാം കർത്തെ തോ ദോനോ കോപ്പി മേ കാം കർത്തെ थे. ആരെങ്കിലും ഒരാൾ സാഹിൽ കോപ്പി ചെയ്തെന്നുണ്ടെങ്കിൽ ബേല കൂടി കോപ്പി എഴുതും. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ. ബുക്ക് എടുത്തിട്ട് വായിക്കുന്ന സമയത്ത് അവർ രണ്ടാള് ബുക്ക് വായിക്കും. ബൽക്കി പാട്ട് ഭി ഏക് ഹി പഠിത്തേ. ബുക്ക് മാത്രമല്ല, ഒരാൾ ബുക്ക് എടുത്തിട്ട് വായിക്കുന്നുണ്ടെങ്കിൽ അവർ രണ്ടാളും ഒന്നിച്ച് ഇതിൻ്റെ ബുക്ക് പഠിക്കും. അതല്ലാണ്ട് ബുക്ക് മാത്രമല്ല, ആ എടുത്തിട്ടുള്ള ബുക്കിൽ ഏത് പാഠമാണോ വായിക്കുന്നത്, ഒരാൾ ഏത് പാഠമാണോ വായിക്കുന്നത് അതേ പാഠം തന്നെ പിന്നെ ഒരാളും വായിക്കും. साहिल चमकुटी सन 57 में वह तलवार पुरानी थी पढ़ता तो बेला भी चमकुटी सन 57 में वह तलवार पुरानी थी पढ़ती थी. സാഹിൽ ഒരു പാഠം ഏതെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ ചമ്മക്കുട്ടി സൺ 57 ആ പാഠം എടുത്തിട്ട് വായിക്കുന്നുണ്ടെങ്കിൽ അതേപോലത്തെ പാഠമാണ് ബേലയും കൂടി വായിക്കാൻ പോകുന്നത്. ബേല കഹത്തി ബഹൻ ജി പാനി പീനെ ചലി ജാऊं. ബേല പറയുന്നുണ്ട് ബഹൻ ജി. പണ്ട് കാലത്ത് നമ്മൾ, പഴയ കാലത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ടീച്ചറെ അല്ലെങ്കിൽ മിസ് അങ്ങനെയൊന്നും വിളിക്കില്ല. നമ്മൾ ലേഡി ടീച്ചറാണ്, ടീച്ചറെ നമ്മൾ ബഹൻ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കൽ. ബഹൻജി ആണ് ടീച്ചർ ഉദ്ദേശിച്ചാണ് പറഞ്ഞിടാം. ബഹൻജി ഞാൻ വെള്ളം കുടിക്കാൻ പോവട്ടാ. സാഹിൽ ബി പറയുന്നുണ്ട്. സാഹിൽ ബി कहता ബഹൻജി പാനി പീനെ ചലേ ജാऊं.
पानी पीते वक्त भी दोनों एक साथ ही जाते हैं, एक साथ ही आते हैं. വെള്ളം കുടിക്കാൻ പോകുന്ന സമയത്തും കൂടി ഇവർ രണ്ടാളും ഒന്നിച്ച് പോവാം, ഒന്നിച്ച് വെള്ളം കുടിച്ചിട്ടാണ് വരുന്നത്. ഇത് ഇത്ര മനസ്സിലായി ഞങ്ങൾക്ക്? ഇപ്പം രണ്ട് കോൺവെർസേഷൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ബീർ ബഹുട്ടി, ഈ മഴപ്പാറ്റ അന്വേഷിക്കുന്ന ഒരു ഫസ്റ്റ് പേജിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സെക്കൻഡ് പേജിൽ പറഞ്ഞിട്ടുള്ളത് ഷോപ്പിലേക്ക് ഇവർ മഷി നിറക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇത് രണ്ട് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് പട്ടുകഥ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി വരുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ. ഈ കാര്യങ്ങളും ഇത് രണ്ടാമത്തെ പേജിൽ വായിച്ചിട്ടുള്ള കാര്യങ്ങളും പിന്നെ കോൺവെർസേഷൻ വരുന്ന ഒരു കാര്യമാണ്. എന്താണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ പാഠത്തിൽ മനസ്സിലായത്? നല്ലൊരു ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞതല്ലേ. ശരി, इस पाठ में आए बच्चों का नाम क्या है? हाँ, बेला और साहिल. दोनों कौन सी कक्षा में पढ़ते हैं? 5वीं में. दोनों कहाँ बीर बहुटियों को खोजते हैं? खेत में. उनके गांव का नाम क्या है? എന്താണ് ഗ്രാമത്തിൻ്റെ പേരാണ്? ഫുലേര ജംഗ്ഷൻ. ये फुलेरा जंक्शन कहाँ स्थित है? राजस्थान में जयपुर के नज़दीक. ठीक है, आगे के भाग अगले कक्षा में देखेंगे. धन्यवाद.